ഹായ് ഹലോ, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. അത് ഈക്വലി എല്ലായിടും ബ്ലെൻഡാക്കിയതിന് ശേഷം ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. ഈ സൺസ്ക്രീൻ എൻ്റെ റൂട്ടീനിലെ സ്കിപ്പ് ചെയ്യാത്തൊരു സ്റ്റെപ്പാണ് കേട്ടോ. കുറച്ച് നാൾ മുൻപ് വരെ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്തിരുന്നുള്ളൂ. കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലായി. സോ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാത്ത ഒരേ ഒരു സ്റ്റെപ്പ് ഈ സൺസ്ക്രീൻ ആപ്ലിക്കേഷനാണ് കേട്ടോ. ദെൻ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലായിടും ഈക്വലി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഐബ്രോസ് ഫില്ല് ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഫിനിഷിങ് കിട്ടിയ പോലെയാണ് കേട്ടോ. സോ ആ സ്റ്റെപ്പും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. അതിനുശേഷം ഐലൈനറാണ് ഇട്ട് കൊടുക്കുന്നത്. ഐലൈനർ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിൽ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ അടിയിൽ ഞാൻ കാജലോ കൺമഷിയോ അങ്ങനെ വല്ലതുമാണ് യൂസ് ചെയ്യാറ്. കണ്ണൊക്കെ എഴുതിയതിന് ശേഷം ഒരു മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണ് നല്ല വിരിഞ്ഞ പോലെ നിൽക്കാൻ ഈ മസ്കാര വളരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ അത് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ലിപ് ബാം യൂസ് ചെയ്തു. ആ ലിപ് ബാമിൻ്റെ കളറൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുടി കോംബ് ചെയ്യുന്നത്. മുടി കോംബ് ചെയ്ത് അതൊരു ബനാന ക്രാപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. ദെൻ കുറച്ച് പെർഫ്യൂമൊക്കെ അടിച്ചു കൊടുത്തു. ഇത്രയും കെട്ടിയൊരുങ്ങി ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയണ്ടേ? ആ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്.